കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഡേയ്സും വരുന്നത് ഒന്നെങ്കിൽ എൻവയോൺമെന്റിനെ ആസ്പദമാക്കിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സണാലിറ്റീനെ ആസ്പദമായിട്ടായിരിക്കും. സോ ഈ 2 ഡിവിഷനായിട്ട് നമ്മൾ പഠിക്കും. അതായത് ഇപ്പൊ ഗാന്ധിജിയുടെ എന്താണ്, ഗാന്ധിജി മരിച്ച ദിവസം മർട്ടേഴ്സ് ഡേ ആണ്, ഷഹീദ് ദിവസമാണ്, രക്തസാക്ഷി ദിനം. അതുപോലെ ഓരോ പേഴ്സണാലിറ്റിയുടെ ബേസിൽ ചോദിക്കാം. അടുത്തത് എങ്ങനെ ചോദിക്കാം, വേൾഡ് എൻവയോൺമെന്റ് ഡേ വരാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്നാണ്, വേൾഡ് വൈൽഡ് ലൈഫ് ഡേ എന്നാണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. അതിന് കാരണവും ഉണ്ടാവും. സോ ഒന്നെങ്കിൽ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടത്. ഇത് രണ്ടിലും പെടാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർ നമുക്ക് ഓരോ മന്തായിട്ട് 12 മന്ത്സിന്റെ പഠിക്കാം. ഓക്കെ, ഈ രീതിയിൽ കവർ ചെയ്ത് കഴിയുമ്പോൾ കുറെ വട്ടം നമ്മൾ വീണ്ടും 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 പറഞ്ഞ് അത് മനസ്സിലേക്ക് ഇരുത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ഡേയ്സിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ. പറ്റുന്നവർ കോഡ് ഇട്ട് തന്നെ പഠിക്കുക. കാര്യം ഈ 12 മാസത്തിന് ഞാൻ കോഡ് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി സെഷൻ ആയിരിക്കും, പെട്ടെന്നൊന്നും തീരില്ല. സോ നിങ്ങൾക്ക് പറ്റുന്ന പോലെ കോഡ് ഇടുക, റീസൺ വെച്ച് മനസ്സിലാക്കി പഠിക്കുക. അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ഡേയ്സിൽ ചെയ്യാനുള്ളത്.